ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് റൂട്ട് സെയിലും ഉണ്ട്, അതുപോലെ ഹോൾസെയിൽ ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൊടുക്കാനുണ്ട് കേട്ടോ. ഇന്ന് നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ കൈയൊക്കെ ഗ്ലൗസും ഇതൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ച് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് മുഖമൊക്കെ പൊള്ളുന്ന തരത്തിലുള്ളൊരു വെയിലാണ് കേട്ടോ. അത് തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ എപ്പോൾ വരും, വെയിൽ എപ്പോൾ വരും ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് മാറിയുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ മഴയാണെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കോട്ടും കവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. പിന്നെ വെയിലാണെങ്കിൽ ഇത് കണക്കെല്ലാം മൂടി പൊതിഞ്ഞിട്ട് പോകേണ്ടി വരും. അപ്പോൾ വീട്ടിലിരുന്ന് പാക്കിംഗ് ജോലി അന്വേഷിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് മാത്രം കൊടുക്കുകയാണ് എങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നെപ്പോലെ പാക്ക് ചെയ്തിട്ട് കടകളിൽ നമ്മൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ലാ സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സുകൂടെ വേണം കേട്ടോ. ചെറുതാണെങ്കിലും ഒരു വരുമാനം ഉണ്ടായിരിക്കുക എന്നതേ ഒരുപാട് പേരുടെ ഒരു സ്വപ്നമായിരിക്കും അല്ലേ. അപ്പോൾ എന്നെ പോലെ വീട്ടിലിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലും നമ്മളിൽ പലരും ജോലിക്ക് പോകുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങുകളോ അങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുക, അങ്ങനെ പല ജോലികളും തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അല്ലേ. പിന്നെ ഈ ജോലിയും അതുപോലെ തന്നെ ബിസിനസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ടൈം ഉണ്ടാവും. രാവിലെ ഇന്ന സമയത്ത് പോവുക, വൈകിട്ട് ഇത്ര സമയം വരെ ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടും നമുക്കതിൽ വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് ഒരു തുകയായിരിക്കും വരുമാനം അല്ലേ. പക്ഷേ ബിസിനസ് ആണെങ്കിലോ നമുക്ക് ഇന്ന സമയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മാക്സിമം എഫേർട്ട് മൊത്തം നമ്മുടെ ബിസിനസ്സിൽ ഇറക്കണം. എത്ര ടൈമൊന്നും നമുക്കൊരു സെറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അത്രയും ചിലപ്പോൾ ഊണും ഉറക്കവും ഒഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുന്ന ഇതായിരിക്കും ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വരുമാനത്തിലും അതിൻ്റേതായ വ്യത്യാസങ്ങളും ഉണ്ടാവും. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിലെ പല കാര്യങ്ങളും ഇട്ടെറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ രാവിലെ അടുക്കളയിലെ ജോലികളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഇട്ടിട്ട് പോകുന്നവരുണ്ടാവും. നമുക്ക് വീടൊന്നും നല്ലപോലെ വൃത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ജോലിക്ക് ഇറങ്ങി പോകുന്നത്. പക്ഷേ വൈകിട്ട് വരുമ്പോൾ അതിലേറെ ക്ഷീണിതയായിരിക്കും, നല്ല ടയേർഡായിരിക്കും. പക്ഷേ ഇത്രയും എഫേർട്ടൊക്കെ നമ്മൾ ഇടുന്നതേ മറ്റൊരാളുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതേ ഒരു എഫേർട്ട് ഒരാൾ നമ്മളുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ് എത്രമാത്രം അതിന് വളരാൻ വേണ്ടി സഹായിക്കും. അതിന് നമുക്ക് തന്നെയല്ലേ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. പിന്നെ ഇതൊക്കെ എൻ്റെ ചെറിയ അറിവിലുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ വലിയ ബിസിനസ്സുകാരിയൊന്നുമല്ല. എനിക്ക് കുറച്ച് കടയും ചെറിയൊരു വരുമാനവും വീട്ടിലിരുന്ന് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എൻ്റെ മക്കളിനെയൊക്കെ നോക്കി ഇടയ്ക്കൂടെ ചെയ്യുന്നൊരു ബിസിനസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോണ്ട് ഞാൻ ഭയങ്കര വലിയ ബിസിനസ്സുകാരിയോ അല്ലെങ്കിൽ എന്തൊക്കെയോ അറിവുള്ള ഒരാളോ ഒന്നുമല്ല. എൻ്റെ ഇത്രയും നാളത്തെ ഞാൻ നിങ്ങളെയൊക്കെ കണക്ക് ഒരുപാട് പേരെ കണക്ക് വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി അടുക്കളയിലെ ജോലികളും ചെയ്ത് കുട്ടികളെ നോക്കിയിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഒരു വർഷം ആയിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാം കേട്ടോ. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ കടയിലേക്ക് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് കയറുമല്ലോ, അങ്ങനെ കയറിയപ്പോൾ മണ്ണാർക്കാടുള്ള നമ്മുടെ ഒരു സാബിറ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. ആളുടെ ഹസ്ബൻഡിനെ യാദൃച്ഛികമായിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ എനിക്ക് ആ ആളുടെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു ഡൗട്ട്. അതായത് ഞാൻ എടുക്കുന്ന കണക്കുള്ള ഐറ്റംസ് 2-3 കിലോ വെച്ചൊക്കെ എടുക്കുന്നു. അപ്പോൾ ഈ സാബിറ എന്ന് പറയുന്ന ആളാണെങ്കിൽ
നമ്മുടെ കടയിലെ ഷോപ്പിലെ ഓണറിൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡീൻ്റെ സൗണ്ടും കേട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ആൾ പേഴ്സണലി മെസ്സേജ് ഇട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ അതേ കണക്ക് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു സാബിറാൻ്റെ ഹസ്ബൻഡാണോ എന്ന്. ജസ്റ്റ് ഞാൻ ചോദിച്ചതാ, പക്ഷേ കറക്റ്റ് എനിക്കങ്ങ് അത്ഭുതമായി പോയിട്ടാ. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ആരെങ്കിലും സെയിലുള്ളവരുണ്ടാവും, അപ്പോൾ അവരുടെ അടുത്ത് കൊടുത്താൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് പുറത്തിറങ്ങി സെയിൽ ചെയ്തേ പറ്റൂ. പിന്നെ ഇതൊന്നും എല്ലാവർക്കും പോസിബിളായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. മുന്നേയൊക്കെ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് വരാറുണ്ട്, നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ചെയ്യാൻ, ഹസ്ബൻഡ് സമ്മതിക്കില്ല, വീട്ടുകാർ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും, നമുക്കത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. പിന്നെ നമുക്കൊരു സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് പോകാനുള്ള ഒരിതുണ്ട്. പിന്നെ ബാക്കി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ പോ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അവിടെ വേറെ കച്ചറ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണം, അത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ലേഡീസ് ആയതുകൊണ്ട്, ഞാനൊരു ലേഡി ആയതുകൊണ്ടും കുറേ ലേഡീസ് എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ടും കൂടെയാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. എല്ലാവരും ഒരേ കണക്ക് ക്യാരക്ടർ ആവില്ല, ഒരേ കണക്ക് പ്രകൃതി ആയിരിക്കില്ല എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തൂക്കിയിടുന്ന ബോർഡ് ഐറ്റംസൊക്കെ കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് അതിലിങ്ങനെ നൂലിടുകയല്ലേ, ആ നൂലൊക്കെ അതിൽ നിന്ന് പൊട്ടി ആ ബോർഡൊക്കെ കീറി വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം വെച്ചാൽ അങ്ങനെ ബോർഡ് വെച്ചതിനകത്ത് കുറച്ച് ബോർഡ് ഇങ്ങനെ കീറിയിരുന്നു. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുവന്ന് ആ കവറുകളെല്ലാം ഇളക്കി വേറെ ബോർഡിലടിച്ച് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ടേ, ഞാൻ വിട്ടുപോയി നൂല് കെട്ടാൻ. ഇവിടെ കൊണ്ടുവന്ന ശേഷം കേട്ടോ നൂല് കെട്ടുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഷോപ്പിൽ നല്ല തിരക്കുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും എന്നെ നോക്കുന്നതും ഉണ്ട്. പിന്നെ ഞാനതൊന്നും തന്നെ ഒട്ടും മൈൻഡ് ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഒരു ജോലിൻ്റെ ഭാഗമാണ്, ഈ ബിസിനസ് ആണെങ്കിലും ഈ വീഡിയോ പിടുത്തമാണെങ്കിലും. അപ്പോൾ പിന്നെ അവർ നോക്കുന്നവർ നോക്കിക്കോട്ടെ, നമുക്ക് അത് മൈൻഡ് ചെയ്തിട്ട് നിന്ന് വീഡിയോ പിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതൊന്നും എനിക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണാനും അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. പിന്നെ വീണ്ടും വന്ന് ഈ പഴയ കാര്യങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ ഞാൻ മാക്സിമം എനിക്ക് മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലായ്പ്പോഴൊന്നും എനിക്കത് ചെക്ക് ചെയ്യാനും നോക്കാനും പറ്റിയെന്ന് വരില്ല. എന്താ വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം എല്ലാത്തിലും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടെ നമുക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഈ ഫോൺ നോക്കാൻ മാത്രമേ നേരം കിട്ടുള്ളൂ. എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ കിടക്കും. പിന്നെ കമൻ്റ് ഇടുന്നവർക്കുള്ള റിപ്ലൈ ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ കൂടെ ആയിരിക്കും പറയുക, കമൻറ്റിൽ റിപ്ലൈ തരില്ല. കമൻറ്റ് കാണുമ്പോൾ ആ കമൻറ്റ് ഓർത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ കൂടെ പറയും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ആ ഒരു ആൻസറും ക്വസ്റ്റ്യനും കേൾക്കുമ്പോൾ അവരുടെ ഡൗട്ടും കൂടെ ക്ലിയർ ആവുമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് അള്ളി പറിച്ചെടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നാൾ മുമ്പ് കൊണ്ടുവച്ച ജീരക മിഠായിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അത് ഡേറ്റ് കഴിഞ്ഞ് ചീത്തയായിട്ടൊന്നുമില്ല, പക്ഷേ ഡേറ്റ് ഇത്തിരി മാറുമ്പോഴത്തേനും ആൾക്കാർ വന്ന് ഡേറ്റ് നോക്കിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം വൈകി അതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാത്രമല്ല ഇവിടെ ബോർഡ് ഐറ്റംസ് വെക്കുന്നത്, വേറെയും ആൾക്കാർ ബോർഡ് ഐറ്റംസ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് കവർ ചെയ്ത് അങ്ങിടും. അപ്പോൾ നമ്മൾ വെക്കുന്ന ബോർഡ് മറ്റുള്ളവർ വരുമ്പോൾ നോക്കുമ്പോൾ കാണില്ല. ഇത് ചിലപ്പോഴൊന്നും നമ്മൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുകയില്ല. ഇതങ്ങ് അടിയിൽപ്പെട്ട് ഇങ്ങനെ കിടന്ന് അതിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ആളുകൾ എടുക്കാണ്ടാകുമ്പം അത് നമ്മൾ റിട്ടേൺ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ റിട്ടേൺ എടുത്തതാണ്. സംഭവം ജീരക മിഠായിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഇനി വേറെ സെയിലും ചെയ്യാൻ പോകുന്നില്ല. എനിക്കെന്താ അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിട്ട് തോന്നിയില്ല. ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്നില്ലെങ്കിൽ ആരെയും കഴിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ കളയും. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് പുതിയ ഐറ്റം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ സംഭവിക്കും. എപ്പോഴും പോസിറ്റീവ് മാത്രമല്ലല്ലോ, നെഗറ്റീവും വരുമല്ലോ.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബോർഡ് ഇതൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഈ ബോർഡ് വരുന്നത്. ഡ്യൂപ്ലെക്സ് ബോർഡ് എന്നാ പേര്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേടിക്കുന്നത് പേപ്പർ ഹൗസിലാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ.